കഴിഞ്ഞ 2 അധ്യായങ്ങളിലായി ഞാൻ ബ്രഹ്മമാണ്, നീ ബ്രഹ്മമാണ് എന്നിങ്ങനെയുള്ള പ്രസ്താവനകളായിരുന്നു. ഞാൻ ബ്രഹ്മമാണ്, നീ ബ്രഹ്മമാണ് എന്നത് ഞാനും നീയും രണ്ടല്ല, ഒന്നായ ബ്രഹ്മം തന്നെ എന്ന് ഘോഷിക്കുകയാണ്. അദ്വൈതം, അഭിന്നം. ആ ഒന്നായ ബ്രഹ്മമല്ലാതെ ഒന്നും തന്നെയില്ല. ഞാനായും നീയായും കാണപ്പെടുന്നതെല്ലാം ആ ഒന്ന് തന്നെ എന്നറിഞ്ഞുകൊള്ളുക. 3-ാമത്തെ അധ്യായം പ്രപഞ്ചസ്യ സച്ചിന്മയത്വ കഥനം. സച്ചിന്മയമായ പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ വെളിവാക്കുകയാണ്. ഈശ്വരൻ പറയുന്നു, അതായത് ശിവൻ കുമാരനുള്ള ഉപദേശം തുടരുന്നു. വ്രതാനി മിഥ്യ ഭുവനാനി മിഥ്യ ഭാവാദി മിഥ്യ ഭവനാനി മിഥ്യ ഭയം ച മിഥ്യ ഭരണാദി മിഥ്യ ഭുക്തം ച മിഥ്യ ബഹുബന്ധമിഥ്യ. വ്രതാനി മിഥ്യ, വ്രതനിഷ്ഠകൾ, പലതരം ആചാരാനുഷ്ഠാനങ്ങൾ, ഇവ മിഥ്യയാണ്, ഇല്ലാത്തതാണ്. വിവിധ ലോകങ്ങൾ, ഭുവനങ്ങൾ, അതലം വിതലം സുതലം പാതാളം സ്വർലോകം മഹർലോകം, ഇങ്ങനെയുള്ള അസംഖ്യങ്ങളായ ഭുവനങ്ങൾ, ഇതെല്ലാം മിഥ്യയാണ്. എല്ലാ ഭാവങ്ങളും മിഥ്യയാണ്. അതാണ്, ഇതാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്. ഞാൻ ബ്രഹ്മമാണ് എന്ന ഭാവം പോലും മിഥ്യയാണ്. ഭവനാനി മിഥ്യ, ഇവിടെ വസിക്കുന്നു എന്നതും മിഥ്യയാണ്. ഇതൊക്കെ ഇരുന്ന് പറയുന്ന ഈ കാലം മിഥ്യയാണ്. ഭയം മിഥ്യയാണ്. അധികാരം മിഥ്യയാണ്. അവകാശങ്ങൾ മിഥ്യയാണ്. വിവിധ ബന്ധങ്ങൾ മിഥ്യയാണ്. ഇവയെല്ലാം മിഥ്യയാണ്. എന്തുകൊണ്ട്? ഇവയെല്ലാം മായാകൃതമായതിനാൽ, ഈ പറഞ്ഞതെല്ലാം അനിത്യമായതിനാൽ, അല്പകാലത്തേക്ക് മാത്രം ഉള്ളതായതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇല്ലാത്തതാണ്. സദാ ഉള്ളത് എന്താണ്? ഉള്ളത് ബ്രഹ്മം മാത്രം, അതുമാത്രമേ ഉള്ളൂ. മറ്റെല്ലാം ഇല്ലാത്തതാണ്. ഇത് ഉറപ്പിച്ചുകൊണ്ട് വേണം തുടർന്ന് കേൾക്കാൻ. വേദാശ്ച മിഥ്യ വചനാനി മിഥ്യ വാക്യാനി മിഥ്യ വിവിധാനി മിഥ്യ. വേദങ്ങൾ, വാക്കുകൾ, വേദവാക്യങ്ങൾ, ഇവയെല്ലാം മിഥ്യയാണ്, ഇല്ലാത്തതാണ്. വിവിധങ്ങളായി കാണപ്പെടുന്നതെല്ലാം മിഥ്യയാണ്. ധനം, ആകാശം, ചന്ദ്രൻ, അങ്ങനെ കാണായ വസ്തുക്കളെല്ലാം ഇല്ലാത്തതാണ്, മിഥ്യയാണ്. ഗുരുശ്ച മിഥ്യ ഗുണദോഷമിഥ്യ. ഗുരു, ഗുണദോഷങ്ങൾ, രഹസ്യങ്ങൾ, സംഖ്യകൾ, ഗണനം, ഇവയെല്ലാം ഇല്ലാത്തതാണ്. ഗതിശ്ച മിഥ്യ, ചലനം, യാത്ര, ലക്ഷ്യം, ഇവ മിഥ്യയാണ്. പറയപ്പെട്ടത്, ശബ്ദങ്ങളിലൂടെ വെളിവാക്കപ്പെട്ടത് എല്ലാം മിഥ്യയാണ്. എല്ലാം ഇല്ലാത്തത് തന്നെ. സർവം ച മിഥ്യ. വേദശാസ്ത്ര പുരാണങ്ങൾ, കാര്യകാരണങ്ങൾ, ഈശ്വരൻ, ലോകം, ഭൂതങ്ങൾ അഥവാ മൂലകങ്ങൾ, ജീവജാലങ്ങൾ, ഇവയെല്ലാം മിഥ്യയാണ്, ഇല്ലാത്തതാണ്. അതിൽ സംശയമില്ല. ബന്ധോ മോക്ഷേ സുഖം ദുഃഖം ധ്യാനം ചിത്തം സുരാസുരഃ. ബന്ധമോക്ഷങ്ങൾ, സുഖദുഃഖങ്ങൾ, ധ്യാനം, മനസ്സ്, ദേവകൾ, അസുരന്മാർ, ഒന്നാമത്തേത്, രണ്ടാമത്തേത്, ഏറ്റവും ഉയർന്നത്, മറ്റുള്ളത്, ഇങ്ങനെയുള്ള സകല ദ്വൈത ഗണനകളും ഇല്ലാത്തതാണ്. സർവവും മിഥ്യയാണ്, സംശയം വേണ്ട. എന്തിനാണ് സകലതിനെയും മിഥ്യയെന്നിങ്ങനെ തള്ളിക്കളയുന്നത്? ഒരു സങ്കല്പവും ഒരു ദ്വൈതവും ഒരു ചിന്തയും അല്പം പോലും ഉളവാകാത്ത ശുദ്ധനിലയാണ് ബ്രഹ്മനില അഥവാ സ്വനില. ആ നിർമ്മല ചൈതന്യമായിരിക്കുന്ന സത്യവസ്തുവിന് മറ്റൊന്നും തന്നെ, ഒട്ടും തന്നെ ഒരണുമാത്ര പോലും ഇല്ലാത്തതാണ്. ഒന്നും തന്നെ ഇല്ല അവിടെ.
ആ നിലയിൽ മാത്രമേ നമുക്ക് നമ്മെ അറിഞ്ഞ് അതായിരിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ആ നിലയിലെത്തിയാൽ മാത്രമേ ഈ പറയുന്നതിനെ സമ്പൂർണമായും ഗ്രഹിക്കുകയുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അതറിയാൻ വേണ്ടിയാണ്, അതിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്, അങ്ങനെ എത്തിച്ചേരാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ അനിത്യ വസ്തുവിനെയും മായാകൃതമായ ഓരോന്നിനെയും മിഥ്യ എന്ന് കണ്ട് തള്ളിക്കളയുന്നത്. വാചാ വദതി യത്കിഞ്ചിത് സർവം മിഥ്യ ന സംശയഃ. വാക്കുകളായി പുറത്തു വന്നിട്ടുള്ളതെല്ലാം ഇല്ലാത്തത് തന്നെ. ഈ പറഞ്ഞതൊന്നുമല്ല ബ്രഹ്മം, അതിനെ പറയാവതല്ല. വാക്കുകളായി പറയുന്നത് അല്ലെങ്കിൽ വാക്കുളവാകുന്നത് ദ്വൈതബോധത്തിലാണ്. അതുകൊണ്ട് തന്നെ അതും മിഥ്യയാണ്. സങ്കല്പശക്തിയാൽ കൽപ്പന ചെയ്തതെല്ലാം മിഥ്യയാണ്. മനസ്സുകൊണ്ട് ചിന്തിച്ചതെല്ലാം മിഥ്യയാണ്. ബുദ്ധി കൊണ്ട് നിശ്ചയിച്ചതും ചിന്തയാൽ നയിക്കപ്പെട്ടതും പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചം തന്നെയും മിഥ്യയാണ്, അതിൽ സംശയമില്ല. ശ്രോത്രേണ ശ്രൂയതേ യദ്യത് നേത്രേണ ച നിരീക്ഷ്യതേ. കാതുകൊണ്ട് കേട്ടതും കണ്ണുകളാൽ കണ്ടതും കാതും കണ്ണും ശരീരം തന്നെയും ഇല്ലാത്തതാണ്, മിഥ്യയാണ്. ഇത് ഉറപ്പിച്ചുകൊള്ളുക. ഇതമിത്യേവ നിർദ്ദിഷ്ടം, ഉണ്ട് എന്ന് ഗണിക്കുന്നവ, എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ഉണ്ട് എന്ന് പറയുന്നത്, കൽപ്പനയാണ് എന്ന് കരുതുന്നത്, അങ്ങനെ എന്ത് ഉള്ളതായി കാണുന്നുവോ അതെല്ലാം ഇല്ലാത്തത് തന്നെയാണ്, സംശയമില്ല. സ്വനിലയിൽ ഉണ്ട് എന്നതില്ല, കൽപ്പന എന്നതുമില്ല. എത്ര ആഴത്തിൽ നാം ഓരോന്നിനെയും തള്ളേണ്ടിയിരിക്കുന്നു. ഒന്നും ഒരു കുമിള പോലും ഉദിക്കാത്ത വിധത്തിൽ ഓരോന്നിനെയും മിഥ്യയെന്ന് കണ്ട് കളഞ്ഞുകൊള്ളണം. ഒന്നൊഴിവാകുമ്പോൾ, ഒന്നിനെ തള്ളുമ്പോൾ കടന്നു വരുന്ന അടുത്തതിനെയും തള്ളണം. ഞാൻ ആരാണ്, ഇത് അല്ലെങ്കിൽ അത് എന്താണ്, ഞാൻ ഇതാണ് അല്ലെങ്കിൽ അതാണ് തുടങ്ങിയ വാക്യങ്ങളെല്ലാം ഇല്ലാത്തത് തന്നെയാണ്. ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നതായി കാണുന്നുവോ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നതായി തോന്നുന്നുവോ അതെല്ലാം മിഥ്യയാണ്, സംശയമില്ല. സർവാഭ്യാസം സർവഗോപ്യം സർവകാരണ വിഭ്രമം. എല്ലാ അഭ്യാസങ്ങളും പരിശീലനങ്ങളും എല്ലാ രഹസ്യങ്ങളും എല്ലാ കാരണങ്ങളും ഇല്ലാത്തതാണ്. ജീവജാലങ്ങളായി കാണപ്പെടുന്നതും ഇല്ലാത്തതാണ്. സർവഭൂതങ്ങൾ എന്ന ശബ്ദം പോലും ഇല്ലാത്തതാണ്. അങ്ങനെ ഭൂതങ്ങളില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ സർവഭൂതങ്ങൾ എന്ന ശബ്ദം പോലും ഇല്ലാത്തതാണ്. എല്ലാ വ്യത്യാസങ്ങളും വ്യത്യസ്തതകളും ഇല്ലാത്തതാണ്. എല്ലാ സങ്കല്പങ്ങളും മിഥ്യയാണ്. എല്ലാ ദോഷങ്ങളും ദോഷത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളും ഇല്ലാത്തതാണ്, മിഥ്യയാണ്. സംശയമില്ല അക്കാര്യത്തിൽ. രക്ഷകോ വിഷ്ണുരിത്യാദി ബ്രഹ്മ സൃഷ്ട്യസ്ഥു കാരണം. രക്ഷകനായ വിഷ്ണു, സ്രഷ്ടാവായ ബ്രഹ്മാവ്, സംഹാരകനായ ശിവൻ, ഇത്തരം വാക്കുകളും സങ്കല്പങ്ങളും മിഥ്യയാണ്, സംശയമില്ല. ജ്ഞാനം, ജപം, തപം, ഹോമം, സ്വാധ്യായം, പൂജ, മന്ത്രം, ഗോത്രം, സത്സംഗം ഇവയെല്ലാം മിഥ്യയാണ്, ഇല്ലാത്തതാണ്, സംശയം വേണ്ട. സർവം മിഥ്യ ജഗൻ മിഥ്യ ഭൂതം ഭവ്യം ഭവത്തഥ. സർവം മിഥ്യ തന്നെ. ഈ ജഗത്ത് മിഥ്യയാണ്, ലോകം തന്നെ ഇല്ലാത്തതാണ്. ഭൂതഭാവി വർത്തമാനങ്ങൾ മിഥ്യയാണ്. ഇല്ല ഇല്ല, നേതി നേതി എന്ന് സകലതിനെയും തള്ളിക്കളഞ്ഞ് എത്തിച്ചേരുന്ന ശൂന്യതയും ഇല്ലാത്തത് തന്നെയാണ്. ഇതാണ് രസകരമായത്. എല്ലാം കളഞ്ഞ് ശൂന്യത്വം എന്നതിലെത്തിയാൽ അതും ഇല്ലാത്തത് തന്നെ. എങ്ങനെ? അവിടെ ശൂന്യത്വം എന്ന അറിവ്, ആ ചിന്ത
ഞാൻ ശൂന്യമായിരിക്കുന്നു എന്നത് തന്നെ ഇല്ല. അതാണ് നില. ഒന്നും ഒരു തുള്ളി പോലും അല്പം പോലും ഇല്ല. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഓരോരുത്തരും അതിലേക്ക് എത്തുക, അതേ വഴിയുള്ളൂ. ചിത്തവും ചിന്തയും ലോകഭേദവുമെല്ലാം അജ്ഞാനത്താൽ അവിദ്യയാൽ ഉദയം ചെയ്യുന്നു. അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെല്ലാം ആ അവിദ്യയിൽ തന്നെ, ആ മായയിൽ തന്നെയാണ് ഉള്ളത്. ആ മായ തന്നെയാണ് അതെല്ലാം. ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം മായ തന്നെയാണ്. ഉള്ളത് ബ്രഹ്മം മാത്രമാണ്. സർവം ആ ബ്രഹ്മം തന്നെ. അത് ഉറപ്പിച്ചു കൊള്ളുക. അപ്പോൾ ഇത്ര നേരം എന്തല്ല എന്തല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് എന്താണ്? എല്ലാം ബ്രഹ്മം തന്നെ എന്ന് ആവർത്തിക്കുകയാണ്. ഇത് കോൺട്രഡിക്ടറി ആയിട്ട് എന്തുകൊണ്ട് പറയുന്നു? ഇതൊന്നും ഞാനല്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതെല്ലാം ഞാൻ തന്നെയാണ് എന്നും വരുന്നു. ഇതൊന്നും ഞാനല്ല എന്ന് പറയുന്നത് ഞാൻ ഇതിലൊന്നും ബദ്ധമല്ലാത്തത് കൊണ്ടാണ്. ഇതെല്ലാം എൻ്റേതാണ് എന്ന ഭാവമോ ഉടമസ്ഥാവകാശമോ ഒന്നും എനിക്ക് ഒന്നിനോടും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നും ഞാനല്ല. എന്നാൽ ഇതെല്ലാം ഞാനാണ്. എങ്ങനെ? ഈ കാണായ സകലതും എൻ്റെ ബോധത്തിലാണ് ഉദിച്ചിരിക്കുന്നത്. എൻ്റെ ഊർജത്താലാണ് ഈ മായാ കാര്യങ്ങളെല്ലാം ഉദിച്ചിരിക്കുന്നത് എന്നതിനാൽ വേണമെങ്കിൽ ഇതെല്ലാം ഞാനാണ് എന്നും പറയാം. ബ്രഹ്മചൈതന്യമില്ലാതെ മായ ഉദിക്കുന്നില്ല. ആ മായയിലാണ് ഈ പ്രപഞ്ചത്തിൽ കാണായ സകലതും ഉദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾ കണക്റ്റഡ്. ഇതെല്ലാം കണക്റ്റഡാണ്. ഒന്നൊന്നിനോട് ബന്ധിതമാണ്. എവിടെ? ബോധത്തിൽ ബന്ധിതമാണ്. ആ ബോധം ബ്രഹ്മൻ്റേതാണ്. അതുകൊണ്ട് ഇതെല്ലാം ബ്രഹ്മമാണ് എന്നും പറയാം. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഇതൊന്നും ഞാനല്ല എന്ന പ്രസ്താവനയും ശരി തന്നെയാണ്. ഇതെല്ലാം ഞാനാണ് എന്ന പ്രസ്താവനയും ശരി തന്നെയാണ്. അപ്പോൾ ഇനി എല്ലാം ബ്രഹ്മം തന്നെ എന്ന് ആവർത്തിക്കുന്നത് കേൾക്കാം. 3 ലോകങ്ങളിലും കാണായ എല്ലാ സദ്ഗുണങ്ങളും ഗുണദോഷങ്ങളും ജ്ഞാനികളുടെ നാവിൽ നിന്നുതിരുന്ന അരുൾമൊഴികളും ബ്രഹ്മം തന്നെ. 3 ലോകങ്ങളിൽ കാണുന്ന എല്ലാ സദ്ഗുണങ്ങളും ഗുണദോഷങ്ങളും ജ്ഞാനികളുടെ നാവിൽ നിന്നുതിരുന്ന അരുൾമൊഴികളും ബ്രഹ്മം തന്നെ. സർവം ബ്രഹ്മം തന്നെ എന്ന് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. ഏറ്റവും ഉത്കൃഷ്ടമായതും നികൃഷ്ടമായതും ഉത്തമമായതും മധ്യമമായതും ഓംകാരവും ആങ്കാരവും ബ്രഹ്മം തന്നെയാണ്. ഉത്കൃഷ്ടമായത് മാത്രമല്ല, നികൃഷ്ടമെന്ന് കരുതുന്നതും അതുതന്നെയാണ്. ആ നികൃഷ്ടമായതിനെ പ്രവർത്തിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഉത്കൃഷ്ടമായതിനെ പ്രവർത്തിപ്പിക്കുന്നതും അതുതന്നെയാണ്. സർവം ബ്രഹ്മം തന്നെ എന്നത് ആവർത്തിച്ച് ഉറപ്പിച്ചുകൊള്ളുക. ഈ ലോകം എന്ന് പ്രത്യക്ഷമായിരിക്കുന്നതും ഈ ലോകത്തിൽ കാണപ്പെടുന്നതും, അതായത് ഗ്രോസ് ആൻഡ് സട്ടിൽ, ഏറ്റവും സ്ഥൂലമായി കാണപ്പെടുന്നതും അതിലേറ്റവും സൂക്ഷ്മമായി കാണപ്പെടുന്നതും, ലോകത്തിൽ ഉണ്ട് എന്ന് തോന്നുന്നതുമായ സകലതും ബ്രഹ്മം തന്നെയാണ്. ഇതെല്ലാം ബ്രഹ്മബോധത്തിൽ തന്നെയാണ്. അതിൽ നിന്നും ഭിന്നമായി ഒന്നും തന്നെ ഇല്ല. അതിൽ നിന്നും അന്യമായിട്ടൊന്നും തന്നെ ഇല്ല. അതിനോട് ബന്ധിക്കാതെ ഒന്നും തന്നെ ഇവിടെ നിലനിൽക്കുന്നുമില്ല. അക്ഷരങ്ങളാൽ ആർജിച്ചതും ചിന്തയാൽ അറിഞ്ഞതും ആരിൽ നിന്നെങ്കിലും പകർന്നു കിട്ടിയതുമായ സകലതും ബ്രഹ്മം തന്നെ. പറയപ്പെട്ടിട്ടുള്ളതും ആസ്വദിക്കപ്പെട്ടിട്ടുള്ളതും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതുമായ സർവവും ബ്രഹ്മം തന്നെയാണ്. സർവം ബ്രഹ്മം തന്നെ എന്നുള്ളത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക.
ഇത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. ഇതൊന്നും ഞാനല്ല എന്ന് അറിഞ്ഞ് ഓരോന്നിനെയായി തള്ളിക്കളഞ്ഞ ശേഷം ഇതിലെല്ലാം ഞാൻ തന്നെ, സകലത്തിലും ഞാൻ തന്നെ എന്ന ആ സത്യത്തെ ആവർത്തിച്ച് ഉറപ്പിച്ചുകൊള്ളുക. ശുഭകർമ്മം, ദുഷ്കർമ്മം, സത്യകർമ്മം ഇതെല്ലാം മിഥ്യ തന്നെയാണ്. ഈ കാണായതും ഞാനും എല്ലാം ബ്രഹ്മം തന്നെ എന്ന് ഉറപ്പിച്ചുകൊള്ളുക. മറ്റ് ഒന്നുള്ളതായി അന്യവസ്തുവായി കാണപ്പെടുന്നതെല്ലാം, തോന്നുന്നതെല്ലാം മിഥ്യ എന്ന് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക. ഞാനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ഈ പറയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനും കാണാത്തവനും കണ്ണും നാവും വായും ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഒന്നും അന്യമല്ല. അന്യമായിട്ട് യാതൊന്നും തന്നെ ഇവിടെ ഇല്ല. ഉള്ളതെല്ലാം നാം തന്നെ. ഇത് ആവർത്തിച്ചുറപ്പിക്കുക. അങ്ങനെ ശിവൻ കുമാരനെ മുരുകനെ ഉപദേശിച്ച് നിർത്തുകയാണ്. തുടർന്ന് ഋഭു പറയുകയാണ് നിദാഘനോട്, പുനർവക്ഷ്യേ രഹസ്യാനാം രഹസ്യം പരമാത്ഭുതം ശങ്കരേണ കുമാരായ പ്രോക്തം കൈലാസപർവ്വതി. കൈലാസപർവ്വതത്തിൽ ഇരുന്നു കൊണ്ട് ശങ്കരൻ കുമാരന് ഉപദേശിച്ച ആ രഹസ്യത്തെ ഞാൻ വീണ്ടും നിനക്ക് ആവർത്തിച്ചു പറഞ്ഞു തരാം. ഞാൻ വീണ്ടും വീണ്ടും നിനക്ക് പറഞ്ഞു തരാം. ഇവിടെയാണ് ബോധമയം എന്നത് ഉറപ്പിക്കേണ്ടത്. സർവം ബോധമയം, ചിന്മാത്രം എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. തന്മാത്രം സർവചിന്മാത്രം അഖണ്ഡൈകരസം സദാ ഏകവർജിത ചിന്മാത്രം സർവം ചിന്മയമേവ ഹി. തന്മാത്രം രൂപരസഗന്ധ സ്പർശങ്ങളുടെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥ, ഏറ്റവും ചെറിയ അണു, അത് അഖണ്ഡമായ ബോധം തന്നെ. ഒന്നുണ്ട് എന്നത് പോലും ഇല്ലാത്ത ബോധം. സർവവും ബോധമയം തന്നെ, സർവവും ചിന്മയമാണ്. ഇതം ച സർവചിന്മാത്രം, ഇത് എന്നെല്ലാം പറയുന്ന ഇത് എന്ന് പറയുന്നതെല്ലാം ബോധം തന്നെയാണ്. സർവവും ബോധമയം തന്നെയാണ്. ആത്മാഭാസം ച ചിന്മാത്രം, ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നത് ബോധം തന്നെയാണ്. കേവല ബോധത്തിൽ തന്നെയാണ് സർവവും. സർവം ബോധമയം തന്നെയാണ്, ചിന്മയമാണ്. ലോകമെന്നതും ബോധമയമാണ്. ലോകത്തിലുള്ള സകലതും ബോധമയമാണ്. നിന്നിലുള്ളതും എന്നിലുള്ളതും ഒരേ ബോധം തന്നെയാണ്. ആ ബോധമയമല്ലാത്തതായി ഒന്നും തന്നെയില്ല. ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇതിൻ്റെ എല്ലാം സാരം, കേന്ദ്രം, പരമാണു ആ ബോധമയമായ ബ്രഹ്മം തന്നെ. മറ്റുള്ളതെല്ലാം ബോധമയം തന്നെ, സർവം ബോധമയം തന്നെ. അതല്ലാത്തതായിട്ടൊന്നും തന്നെ ഇല്ല. അത് അഖണ്ഡമായ ബോധമാണ്. മനുഷ്യനും ആകാശവും മലയും തീയും മൃഗവും പക്ഷിയും മരവും പുൽക്കൊടിയും ചന്ദ്രതാരങ്ങളും കല്ലും മുള്ളും പുഷ്പങ്ങളും സമസ്തവും അഖണ്ഡമായി ആ ബോധത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ബ്രഹ്മബോധമെന്ന ചരടിൽ കോർത്ത മുത്തുകളാണ് ഇവയെല്ലാം. ദ്രവ്യം, വസ്തു, കാലം ഇതെല്ലാം ബോധമയം തന്നെ. അറിവുകളെല്ലാം ബോധമയമാണ്. അറിയേണ്ടതും അറിവും ബോധമയമാണ്. സർവം ബോധമയമാണ്. ഭാഷണം, വാക്ക്, സത്യം, അസത്യം, ആദി, അന്തം, സ്ഥിരം, അസ്ഥിരം, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ഇതെല്ലാം ബോധമയമാണ്. രുദ്രൻ, ദേവകൾ, മനുഷ്യൻ, പക്ഷി, മൃഗം, ദേവാസുരന്മാർ, ഗുരു, ശിഷ്യൻ, ജ്ഞാനം ഇതും ബോധമയമാണ്. ദർശിക്കുന്നവൻ, ദർശിക്കുന്നത് അല്ലെങ്കിൽ ദൃക്കും ദൃശ്യവും, അറിയുന്നവരും അറിയുന്നതും എല്ലാ അത്ഭുതങ്ങളും ബോധമയമാണ്. ശരീരം ബോധമയമാണ്. എല്ലാ ചിഹ്നങ്ങളും ലിംഗങ്ങളും ബോധമയമാണ്. കാര്യം, കാരണം, രൂപം, അരൂപം,
പാപം, പുണ്യം ഇതെല്ലാം ബോധമയമാണ്. ദ്വൈതം, അദ്വൈതം, വേദം, വേദാന്തം, ദിശ, ദിശാരാഹിത്യം, ദിക്പാലകർ ഇതും ബോധം തന്നെ. എല്ലാ വ്യവഹാരങ്ങളും ഭൂതഭാവി വർത്തമാനങ്ങളും ബോധം തന്നെ. നാമം, രൂപം, ജീവജാലം, ഭുവനം എല്ലാം ബോധമയമാണ്. അങ്ങനെ വേദങ്ങളിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ബോധമയമാണ്. ശിവൻ കുമാരനെ എന്തുപദേശിച്ചോ അത് നിനക്കുപദേശിക്കുന്നു. ഇത് കേൾക്കാൻ അവസരം ലഭിച്ചതാർക്കാണോ അവർ അപ്പോൾ തന്നെ സ്വയം ബ്രഹ്മമായി ഭവിക്കുന്നു എന്ന് ഋഭു പറയുകയാണ്. സൂതൻ്റെ ബ്രഹ്മസ്തുതിയോടെയാണ് 3-ാം അധ്യായം അവസാനിക്കുന്നത്. ഈ ബ്രഹ്മസ്തുതി വളരെ അലൗകികമായ ഒന്നാണ്. സ്വഭാസേ ദീപദാനം സർവഭക്ഷ്യേ മഹേഷേ എന്നാണ് ആരംഭിക്കുന്നത്. അർത്ഥം പറയാം. ഈശാവാസ്യം തുടങ്ങിയ മന്ത്രങ്ങളിൽ സർവവ്യാപിയായി പ്രകീർത്തിച്ചിരിക്കുന്ന ഈശാനലിംഗത്തെ, ബ്രഹ്മത്തെ ഞാൻ അന്തരംഗത്തിൽ പൂജിക്കുന്നു. ഒന്നിനും നനയ്ക്കാനാവാത്ത ആ ബ്രഹ്മത്തെ ഞാൻ അഭിഷേകം ചെയ്യട്ടെ. ബ്രഹ്മത്തെ ഒന്നുകൊണ്ടും നനയ്ക്കാനാവില്ല, ഒരു അഭിഷേക ജലം കൊണ്ടും അതിനെ നനയ്ക്കാനാവില്ല. എങ്കിലും ഞാൻ അഭിഷേകം ചെയ്യട്ടെ. ആകാശത്തെ വസ്ത്രമാക്കിയ ബ്രഹ്മത്തിൽ പുഷ്പമാല്യങ്ങൾ അർപ്പിക്കട്ടെ. ഗന്ധാതീതമായ ബ്രഹ്മത്തെ ചന്ദനത്താൽ അലങ്കരിക്കട്ടെ. രൂപാതീതമായ ബ്രഹ്മത്തെ പൂക്കളാൽ അലങ്കരിക്കട്ടെ. സ്വപ്രകാശിതമായ ബ്രഹ്മത്തെ ദീപത്താൽ ആരാധിക്കട്ടെ. സദാ തൃപ്തമായ ബ്രഹ്മത്തെ നൈവേദ്യത്താൽ ഊട്ടട്ടെ. സകല ഭുവനങ്ങളിലും നിറഞ്ഞ ബ്രഹ്മത്തെ വലം വെച്ച് ദണ്ഡ നമസ്കാരം ചെയ്യട്ടെ. വേദങ്ങൾക്കെല്ലാം ശിരസ്സായ ബ്രഹ്മമേ, അവിടുന്ന് തന്നെ എൻ്റെ പ്രേമപൂർവമായ പ്രാർത്ഥനകൾക്ക് ആധാരം. എത്ര അലൗകികമായൊരു പ്രാർത്ഥനയാണിത്. അസംഭവ്യമായതിനെ സംഭവിപ്പിക്കുകയാണ്. രൂപാതീതമായ ബ്രഹ്മത്തെ പൂക്കളാൽ അലങ്കരിക്കട്ടെ. രൂപാതീതമാണ് ബ്രഹ്മം, അതിനൊരു രൂപവുമില്ല. എങ്കിലും ഞാൻ പൂക്കളാൽ അലങ്കരിക്കട്ടെ. സ്വപ്രകാശിതമായ ബ്രഹ്മത്തെ ദീപത്താൽ ആരാധിക്കട്ടെ. ഏറ്റവും സ്ഥൂലമായതിനെ സൂക്ഷ്മമായതുകൊണ്ട് ആരാധിക്കുകയാണ്. അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായതിനെ സ്ഥൂലത്താൽ ആരാധിക്കുകയാണ്. രണ്ടും പറയാം. അസംഭവ്യം എന്നതിനെ സംഭവിപ്പിക്കുകയാണ്. അവിച്ഛിന്നൈ പരികരവരൈ പൂജനധിയ. വിഗ്രഹപൂജ ചെയ്യുന്നവർക്കും മാനസപൂജ ചെയ്യുന്നവർക്കും ആത്മപൂജ ചെയ്യുന്നവർക്കും യമനിയമാദികൾ പാലിച്ച് ധ്യാനിക്കുന്നവർക്കും അവർ അറിവുള്ളവരോ ഇല്ലാത്തവരോ ആകട്ടെ, ഏത് ഭാവത്തിൽ അവർ ബ്രഹ്മത്തെ തേടുന്നോ അവരെയെല്ലാം തൻ്റെ ഹൃദയമാകുന്ന ഇരിപ്പിടത്തിൽ സ്വീകരിച്ച് ജ്ഞാനമാക്കി മാറ്റുന്നതാണ് ഈശ്വരത്വം. ഈ ലോകത്തെ ഭ്രമിപ്പിച്ചുകൊണ്ട് തന്നെ ഈശ്വരൻ അഥവാ ബ്രഹ്മം ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു.